ഇപ്പോൾ സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങുകളിലേക്ക്. വിദ്യാരൂപിണി വിദ്യാരൂപിണി അവിദ്യാനാശിനി ജയ ജയ ദേവി ജയ ജയ ദേവി ദയാലഹരി ജനനി സരസ്വതി പാലയ മാം പാലയ മാം പാലയ വാണി ജയ 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 ദേവി ജയ ജയ വിദ്യാരൂപിണി അവിദ്യാനാശിനി വിദ്യാരൂപിണി അവിദ്യാനാശിനി ജയ ജയ ദേവി ദയാലഹരി ജയ ജയ ദേവി ദയാലഹരി ജനനി സരസ്വതി പാലയ മാം പാലയ മാം പാലയ മാം. ഇന്ന് അറിവിൻ്റെ ലോകത്തേക്ക് കടന്നു വരുന്ന എൻ്റെ പ്രിയപ്പെട്ട കൊച്ചു കൂട്ടുകാരെ, ഇവിടെ അധ്യക്ഷത വഹിക്കുന്ന ബഹുമാനപ്പെട്ട തിരുവനന്തപുരം നഗരസഭയുടെ മേയർ അഡ്വക്കേറ്റ് വി കെ പ്രശാന്ത്, ഈ വേദിയിൽ സന്നിഹിതനായിരിക്കുന്ന ബഹുമാനപ്പെട്ട MP ഡോക്ടർ എ സമ്പത്ത്, ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ വി കെ മധു, അഡീഷണൽ ചീഫ് സെക്രട്ടറി പൊതുവിദ്യാഭ്യാസം ശ്രീ സെന്തിൽ, സ്വാഗതം ആശംസിച്ച പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ശ്രീ കെ വി മോഹൻകുമാർ, ഈ സ്കൂളിൻ്റെ പ്രധാനാധ്യാപകൻ ശ്രീ എം സുകുമാരൻ, വേദിയിലെ മറ്റ് ബഹുമാനപ്പെട്ടവരെ, പ്രിയപ്പെട്ടവരെ, ഈ ചടങ്ങ് ഇന്ന് ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത് കേരള പ്രിയ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ആണ്. പക്ഷേ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ക്യാബിനറ്റ് മീറ്റിംഗ് നടക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് എത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ പ്രവേശനോത്സവത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും, അതുപോലെ ഇന്ന് സ്കൂളിലേക്ക് കടന്നു വരുന്ന കൊച്ചു കുട്ടികൾക്കും ഉള്ള ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ആശംസകൾ അറിയിക്കാൻ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമായി അദ്ദേഹത്തിൻ്റെ ആശംസകൾ അറിയിക്കുകയാണ്. ഇന്ന് ഒരു തലമുറ കൂടി അറിവ് നേടുന്നതിനായി സ്കൂളിലേക്ക് കടന്നു വരികയാണ്. ഓരോ വർഷവും ഓരോ തലമുറ സ്കൂളിലേക്ക് കടന്നു വന്നുകൊണ്ട് വിദ്യാസമ്പന്നരായി സമൂഹത്തെ നയിക്കുകയാണ്. ഇന്നിവർ സ്കൂളിലേക്ക് കാൽ വെച്ച് കടക്കുമ്പോൾ അവരുടെ അച്ഛനമ്മമാർക്ക് ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഉണ്ടാകും. ആ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമെല്ലാം സാർത്ഥകമാക്കുവാനുള്ള അന്തരീക്ഷം ഒരുക്കുവാനുള്ള ചുമതലയാണ്
സംസ്ഥാന സർക്കാരിന് ഉള്ളത്. അത് നിറവേറ്റുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. വിദ്യാഭ്യാസ രംഗത്ത് പൊതുവിദ്യാഭ്യാസത്തെ സംരക്ഷിക്കുക, ശക്തിപ്പെടുത്തുക, കൂടുതൽ വികസിപ്പിക്കുക എന്നുള്ളതാണ് ഈ സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കുന്നതിലൂടെയും വികസിപ്പിക്കുന്നതിലൂടെയും കേരളത്തിൻ്റെ എല്ലാ മേഖലകളുടെയും വളർച്ച പരസ്പര പൂരകമായി നടക്കും എന്ന് നമ്മളെല്ലാം വിശ്വസിക്കുകയാണ്. കേരളത്തിൻ്റെ വിദ്യാഭ്യാസത്തെ പണ്ട് മതനിരപേക്ഷ ജനാധിപത്യ വിദ്യാഭ്യാസം എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അല്പാൽപമായി ചില മാറ്റങ്ങൾ ആ സങ്കല്പത്തിൽ വന്നപ്പോൾ കാർഷിക മേഖലയിലടക്കം പല പ്രശ്നങ്ങളും നടക്കുകയുണ്ടായി. ഇതെല്ലാം നമ്മുടെ സങ്കല്പത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് പൊതുമേഖലാ വിദ്യാഭ്യാസത്തിൻ്റെ വളർച്ചയിലൂടെ യഥാർത്ഥ കേരള വികസന സങ്കല്പം പുഷ്കലമാക്കുക എന്നുള്ളതാണ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ആ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ കേരളത്തിലെല്ലാവരുടെയും ഹൃദയവും മനസ്സും നിറഞ്ഞ എല്ലാ സഹകരണവും പിന്തുണയും ഉണ്ടാകണമേ എന്ന് ഞാൻ ആദ്യമായി വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. കൊച്ചു കുരുന്നുകൾ സ്കൂളിലേക്ക് കടന്നു വരുമ്പോൾ അവരുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും സാർത്ഥകമാകാൻ അധ്യാപകരും മാതാപിതാക്കളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവർക്ക് ആവശ്യമായ ഇൻഫ്രാസ്ട്രക്ചർ പൂർണ്ണമായിട്ടും ഒരുക്കുവാൻ വിദ്യാഭ്യാസ വകുപ്പിന് സാധിക്കണം. അത് പൂർണ്ണമായിട്ടും ചെയ്യാൻ സംസ്ഥാന സർക്കാർ തയ്യാറാണ്. പഠിപ്പിക്കുവാനുള്ള എല്ലാ ഭൗതിക സാഹചര്യങ്ങളും സ്കൂളിലെത്തിച്ച് പഠിപ്പിക്കുവാനുള്ള പശ്ചാത്തലം പൂർണ്ണമാക്കുവാനാണ് സംസ്ഥാന സർക്കാർ ഉദ്ദേശിക്കുന്നത്. അത് ആത്മാർത്ഥമായി ഉപയോഗിച്ചുകൊണ്ട് ഈ കടന്നു വരുന്ന കൂട്ടുകാരുടെ, അവരുടെ അച്ഛനമ്മമാരുടെ, തലമുറകളുടെ സ്വപ്നവും പ്രതീക്ഷകളും സാക്ഷാത്കരിക്കുവാൻ നമുക്കെല്ലാം കഴിയണം. അങ്ങനെ കഴിയണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇവരെ വളർത്തേണ്ടത് എന്ന ധാരണ നമുക്കുണ്ടാകണം. അതിന് കൂടുതലൊന്നും പറയുന്നില്ല. വിദ്യാഭ്യാസത്തിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന നിർവചനം മാത്രം പറയാം. അത് മാത്രം മനസ്സിലുണ്ടായാൽ മതി. അതാണ് ശരിയെന്നല്ല അതിൻ്റെ അർത്ഥം. ഞാൻ വിശ്വസിക്കുന്ന ഏറ്റവും നല്ല നിർവചനം. പൗലോ ഫ്രയറിൻ്റെ നിർവചനമുണ്ട്, ഡോൺ ബോസ്കോൻ്റെ നിർവചനമുണ്ട്, ഇങ്ങനെ ഒരുപാട് നിർവചനങ്ങളുണ്ട്. പക്ഷേ വിദ്യാഭ്യാസത്തിൽ പല നിർവചനങ്ങളും കൂട്ടിച്ചേർത്ത് ഒരു നല്ല നിർവചനം എന്ന രീതിയിൽ ഞാൻ പറയാറുള്ളത് മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്ന സാമൂഹിക പ്രക്രിയയാണ് വിദ്യാഭ്യാസം എന്നാണ്. ഈ സങ്കല്പം എല്ലാവരുടെയും മനസ്സിലുണ്ടായാൽ മതി. മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്ന സാമൂഹിക പ്രക്രിയയാണ് വിദ്യാഭ്യാസം. ഇത് സാർത്ഥകമാക്കാനാണ് തുടർന്ന് നമ്മളെല്ലാം ശ്രമിക്കേണ്ടത്. കൂട്ടായ്മയിലൂടെ മാത്രമേ, ജനപങ്കാളിത്തത്തിലൂടെ മാത്രമേ ഈ ലക്ഷ്യം നേടിയെടുക്കാൻ നമുക്ക് കഴിയുള്ളൂ. ആ അർത്ഥത്തിൽ കൊച്ചു കുട്ടികളെ വളർത്തുമ്പോൾ മാതാപിതാക്കളും അധ്യാപകരും ശ്രദ്ധിക്കേണ്ട കാര്യം, പണ്ടത്തെ ടീച്ചർ സെൻറ്റേർഡ് എഡ്യൂക്കേഷൻ അല്ല ഇന്ന് നമ്മൾ സ്വീകരിച്ചിട്ടുള്ള രീതി. ഇന്ന് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതി വിദ്യാർത്ഥി കേന്ദ്രീകൃത വിദ്യാഭ്യാസമാണ്. അത് വിശദീകരിച്ച് പറയാൻ ഇവിടെ സമയമില്ല. പക്ഷെ അതിൽ കേന്ദ്ര ആശയം വിദ്യാർത്ഥിയെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓരോ കൊച്ചു കുട്ടിയും വ്യത്യസ്തമാണ്. വ്യത്യസ്തമായ കഴിവുകൾ അവർക്കുണ്ട്. ഓരോരുത്തരും എന്താണ് എന്ന് തിരിച്ചറിയലാണ് ഒരു കുട്ടിയെ വളർത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. പണ്ട് നമ്മൾ 40 കുട്ടികൾ ഒരു ക്ലാസ്സിലുണ്ടെങ്കിൽ ഒറ്റ യൂണിറ്റായിട്ടാണ് അതിനെ കാണാറുള്ളത്. ഇന്നതല്ല. ഓരോ കുട്ടിയും ഓരോ യൂണിറ്റാണ്. ആ കുട്ടിയെ മനസ്സിലാക്കിക്കൊണ്ട്
ആ കുട്ടിയുടെ കഴിവുകളും പ്രത്യേകതകളും തിരിച്ചറിഞ്ഞ് അതിനെ വികസിപ്പിക്കാനുള്ള ശ്രമം നടത്തുമ്പോഴാണ് ഒരു വ്യക്തിയുടെ സമഗ്ര വികസനം നമുക്ക് നേടിയെടുക്കാൻ കഴിയുക. ആ അർത്ഥത്തിൽ കുട്ടിയെ മനസ്സിലാക്കിക്കൊണ്ട് മനുഷ്യനെ മനുഷ്യനാക്കുന്ന പ്രക്രിയയാണ് വിദ്യാഭ്യാസം എന്നും തിരിച്ചറിഞ്ഞ് വിദ്യാഭ്യാസ രംഗത്ത് നമ്മളെല്ലാം ഒന്നിച്ച് പ്രവർത്തിച്ചാൽ നമുക്കൊരുപാട് നേട്ടങ്ങൾ ഭാവിയിൽ കൊയ്തെടുക്കാം. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല വളരെ പ്രസിദ്ധമാണ്. അവിടെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ ചലനങ്ങൾ കേരളത്തെ മാത്രമല്ല മറ്റ് പ്രദേശങ്ങളെയും വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ആർക്കും മാതൃകയാക്കാവുന്ന ഒന്നായി കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്തെ നമുക്ക് മാറ്റണം. അതിനനുസരിച്ചുള്ള എല്ലാ സൗകര്യങ്ങളും സംസ്ഥാന സർക്കാർ ചെയ്തു തരും. പരിസ്ഥിതി ദിനം വരികയാണ്. ജൂൺ 5-ാം തീയതി നിങ്ങൾ പരിസ്ഥിതി ദിനം നല്ലപോലെ ആചരിക്കണം. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധവും അതിൽ തന്നെ സൂക്ഷ്മവും സ്ഥൂലവുമായ ബന്ധവും മനുഷ്യനും തമ്മിലുള്ള സ്ഥൂല സൂക്ഷ്മ ബന്ധങ്ങളും മനുഷ്യനും ഇതര ജീവികളും തമ്മിലുള്ള സ്ഥൂല സൂക്ഷ്മ ബന്ധങ്ങളും കൃത്യമായി ബോധ്യപ്പെട്ട് അതെല്ലാം പരസ്പര പൂരകമാക്കി വികസിപ്പിച്ചെടുത്ത് മനസ്സിനെ ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് കൊണ്ടുവരിക എന്നതാണ് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം. അപ്പോഴാണ് മനുഷ്യനായി മാറുക. ഞാൻ ദീർഘിപ്പിക്കുകയല്ല. ഇങ്ങനെ ഒരുപാട് സങ്കല്പങ്ങൾ വിദ്യാഭ്യാസ രംഗത്തുണ്ട് എന്നുള്ളതുകൊണ്ട് ഓരോ സങ്കല്പങ്ങളുടെയും യഥാർത്ഥ മൗലികമായ അർത്ഥം എല്ലാവരും തിരിച്ചറിയണം. അപ്പോൾ മാത്രമേ നമ്മളൊരു തലമുറയെ വളർത്താൻ പ്രാപ്തമാവുള്ളൂ. കുട്ടികൾ സ്കൂളിൽ പോയിക്കോട്ടെ, ടീച്ചർ പഠിപ്പിച്ചോളും, പോരാ. കുട്ടികളെ വളർത്താൻ ആരെല്ലാം തയ്യാറാവുന്നു അവരെല്ലാം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ച് ഒരു കൂട്ടായ ശ്രമം നടത്തണം. ഒരു സംശയവും വേണ്ട, പുതിയൊരു നല്ല തലമുറയെ വാർത്തെടുക്കാൻ നമുക്ക് കഴിയും. അങ്ങനെ ഇന്ന് കടന്നു വരുന്ന കൊച്ചു കുട്ടികൾ ഈ സംസ്ഥാനം, ഈ ജനത പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു നല്ല തലമുറയായി, ആർക്കും അനുകരിക്കാവുന്ന രീതിയിലുള്ളൊരു തലമുറയായി വാർന്നു വരാൻ കഴിയട്ടെ. അതിന് വാർത്തെടുക്കുന്നവർക്ക് അതിനുള്ള ശക്തിയും കഴിവും ഉണ്ടാകട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് അതിനാവശ്യമായ എല്ലാ ഭൗതിക സാഹചര്യങ്ങളും അതിനാവശ്യമായ എന്തും ഒരുക്കിത്തരാൻ സംസ്ഥാന സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും തയ്യാറാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി കൊച്ചു കൂട്ടുകാർക്ക് അറിവിൻ്റെ ലോകത്തേക്ക് ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്ന അറിവാണ്. അതുകൊണ്ട് കീറി മുറിക്കാൻ പറ്റാത്ത, കീഴടക്കാൻ പറ്റാത്ത, എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഒന്നുമില്ല. ഏറ്റവും വലിയ ശക്തമായിട്ടുള്ള ആയുധം അറിവാണ്. ആ ലോകത്തേക്ക് കടന്നു വരുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ, മനസ്സ് നിറഞ്ഞ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നമസ്കാരം. സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ ശ്രീ രവീന്ദ്രനാഥ് ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി എല്ലാ സഹായങ്ങളും ചെയ്തു തരാൻ സർക്കാർ തയ്യാറാണ്. അതിന് വിദ്യാഭ്യാസ വകുപ്പും സർക്കാരും പ്രതിജ്ഞാബദ്ധരാണ് എന്ന് മന്ത്രി പറയുകയുണ്ടായി. മികച്ചൊരു വിദ്യാഭ്യാസ സംസ്കാരം കേരളത്തിന് വാർത്തെടുക്കണം. കേരളത്തിന് നഷ്ടപ്പെട്ടു പോയ ആ വിദ്യാഭ്യാസ സംസ്കാരം തിരികെ കൊണ്ടുവരണമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. എല്ലാ പുതിയ അധ്യയന വർഷത്തിലേക്ക് എത്തുന്ന എല്ലാ കുട്ടികളെയും സ്വാഗതം അരുളിക്കൊണ്ടാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയത്.